അവസാനമായിട്ട് എനിക്കൊന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. അന്ന് അമ്മയെ കണ്ടപ്പോ എന്തൊരു സന്തോഷായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് എല്ലാവരും ഒന്നിച്ചു ചേരുമെന്ന് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു. അമ്മയെന്ന് കേൾക്കുമ്പോ ഓർക്കാനൊരു മുഖം, അതും അവസാനം നഷ്ടായി. അനി, എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോ നീയായിട്ടൊന്ന് ഓർമ്മിപ്പിക്കരുത്. യെസ് അലക്സാണ്ടർ, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഈ വീട്ടിലേക്ക് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കുടുംബവുമായിട്ട് 1 മണിക്കൂർ പ്ലീസ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. പറയൂ. വാട്ട് യു മീൻ? നമ്മുടെ ആളുകളാണ് തെറ്റിദ്ധരിപ്പിച്ചത്. അലക്സാണ്ടറോട് പറഞ്ഞേരെ, ഈ ഓരോ വീഴ്ചയ്ക്കും അവന്റെ ചങ്കിൽ കുത്തി കൃഷ്ണദാസ് ഇതിന് പകരം ചോദിക്കുമെന്ന്. ഈ ട്രോളർ നിനക്കുള്ളതാണ്. നിനക്കും കുടുംബത്തിനും കഴിയാനുള്ള വക ഇതിന് കിട്ടും. ഇന്നു മുതൽ നീയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നെ കാണാനും വരും. KF ഷാൻ കമ്പനിയുടെ പേരിലാണ് എഗ്രിമെന്റും പേപ്പേഴ്സ്. ഞാൻ പോയിക്കോളാം, പക്ഷേ അതിന് 1.5 കോടി രൂപയുടെ ഈ ട്രോളറിന്റെ കോമ്പൻസേഷൻ ആവശ്യമില്ലായിരുന്നു. ആരുടെയും മുന്നിൽ തലവനിക്കാതെ ജീവിക്കേണ്ടത് എങ്ങനെ പഠിപ്പിച്ചു തന്നില്ലേ? അത് മതി. ഐ എം താങ്ക്ഫുൾ. ദീപു, നീ എനിക്ക് സഹോദരനല്ല, വളർത്തുപുത്രനാണ്. മരിക്കുമ്പോ നിന്റെ അച്ഛൻ എന്റെ കയ്യിലല്ലേ നിന്നെ ഏൽപ്പിച്ചത്. നീ ഇന്ന് വളർന്നു കഴിഞ്ഞു, സ്വന്തം കാലിൽ നിൽക്കാറായി. എന്റെ കൂടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എന്റെ കൂടെ നിന്ന് നാളെ നീ ഒരു കള്ളക്കടത്തുകാരനാകുന്നത് എനിക്കിഷ്ടമല്ല. നിന്റെ അച്ഛൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, 100 ഗുണ്ടകളെ നീ ഒതുക്കുമ്പോ 1 ഗുണ്ട നിന്നെ ഒതുക്കാനായിട്ട് പിറക്കുമെന്ന്. 100 അടി നീ അടിക്കുമ്പോ 1 അടി നിനക്കായി തിരിച്ചു വരുമെന്ന്. കള്ളക്കടത്തിന്റെ കാര്യത്തിൽ ഇന്ന് സത്യമാണ്. ഇറ്റ്സ് ഓൺലി എ ഗ്ലോറിഫൈഡ് ഗുണ്ടായിസം. ഞങ്ങളൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇനി പുതിയൊരു തലമുറ അത് വേണ്ട. ഞാനും ഇതൊക്കെ നിർത്തുക.
അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് കരുതിക്കോളൂ. എപ്പോ എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. നീ പറഞ്ഞ സ്നേഹവും സ്വാതന്ത്ര്യവും എന്നും നിനക്കുണ്ടാവും. വരട്ടെ. ആ റിവോൾവറിങ് തന്നേക്കൂ. ഇനി നിനക്കതിന്റെ ആവശ്യമില്ല. എന്താണ് സർ? ഇന്നലെ കൊല നടന്ന ഫിഷിംഗ് ട്രോളർ നിങ്ങളുടെയല്ലേ? അല്ല, KF ഷാ ആൻഡ് കമ്പനിയുടെ ആണ്. അപ്പോ ഫ്രീസർ പ്ലാന്റിലുള്ളായിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്ക് ആര് സമാധാനം പറയും? ദൈവം പറയും സർ. ദൈവം? അലക്സാണ്ടർ എവിടെ? ഇവനാണ് ദീപുവിനെ കൊന്നത്. ഇവനെ ഞാൻ വെറുതെ വിടില്ല. അതിന് നീ ആരാ? സെഷൻ ജഡ്ജോ? അവനെ അറസ്റ്റ് ചെയ്യാൻ പോലീസും വിചാരണയെ ശിക്ഷിക്കാൻ കോടതിയുണ്ട്. നിയമം കയ്യിലെടുക്കണ്ട. ശരിക്കും സർ, അലക്സാണ്ടർക്ക് എന്താ വേണ്ടത്? സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അജിത്ത് ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. അതിന് അധോലോകത്തിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. സാർ, കോടതിക്ക് ശിക്ഷിക്കാൻ തെളിവുകൾ വേണം, സാക്ഷികൾ വേണം. പ്രതിഭാഗത്തിന് പണവും പ്രതാപവും ഉണ്ടെങ്കിൽ തെളിവുകളെല്ലാം മാഞ്ഞു പോകും, സാക്ഷികൾ കാലുമാറും. കാരണം മരണപ്പെട്ടവൻ ഇതൊന്നുമില്ലാത്തവനാണ്. ആ പാവം കുട്ടിയെ കൊന്നവന് മരണശിക്ഷ കിട്ടണം. അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരും. മിസ്റ്റർ അലക്സാണ്ടർ? ഐ എം മേക്കിംഗ് ഇറ്റ് ഫൈൻ. നേരെയാക്കിക്കൊണ്ടിരിക്കുന്നു. നേരെയാവാത്ത കാര്യങ്ങളോ? KF ഷായും ദീപക് ഷായും കണക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. ബാക്കിയായ കണക്കും കടവും തീർത്തു തരുന്നുണ്ട്. വാക്കുകൊണ്ടല്ല, നിന്റെ കുടുംബത്തിന്റെ അവസാന പേരും എഴുതുകൊണ്ട്. അതുവരെ നീ ജീവിച്ചിരുന്നെങ്കിലല്ലേ? ജീവിച്ചിരിക്കും. That we will see. This is the fingerprint traced on the knife, sir. Both the prints are identical.
ഇതാണ് ഇവൻ ഉപയോഗിച്ച കത്തി. നോ, ഷട്ട് അപ്പ്. എന്താ ദാസ്? താൻ ഇത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ ആരോടാണ് ഇത് ചെയ്യുന്നതെന്ന് തനിക്കറിയില്ല. അറിയും. എഴുന്നേൽക്കടാ. എഴുന്നേൽക്കാൻ. എന്നെ അടിച്ചെടുത്ത് എനിക്ക് അകത്താക്കാൻ അറിയാൻ പാടില്ലഞ്ഞിട്ടല്ല, തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ടാ. നീ എന്നെ എന്ത് ചെയ്യാനാടാ? ഞാഞ്ഞൂല് പുറത്തൊരു കള്ളക്കടത്തുകാരൻ. കിടക്കട പുറത്ത്. ഐ സേ യു ഗെറ്റ് ഔട്ട്. ദാസ് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല. ഇതൊരു അപകടം പിടിച്ച പണിയാണ്. അതെ, അപകടം പിടിച്ച പണിയാണിത്. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അപകടം കൂടുന്തോറും പ്രതിഫലവും കൂട്ടി തന്നിട്ടില്ലേ? പിന്നിപ്പോ എന്ത് പറ്റി? ദാസേ, തനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രതിഫലവും വാങ്ങിച്ചിട്ടുണ്ട്. ഒക്കെ ശരിയാ. പക്ഷേ ഇപ്പൊ അതുപോലല്ല. IG ബാലകൃഷ്ണൻ, ഹീസ് നോട്ട് എ ഫൂൾ. ഞാൻ മാത്രം വിചാരിച്ചാൽ ഡിപ്പാർട്ട്മെന്റ് ഒന്നും നടക്കില്ല. ആദ്യം താനൊന്ന് വിചാരിക്ക്. ബാക്കിയുള്ളവരെ ഞാൻ വിചാരിപ്പിച്ചോളാം. ഇതെടുത്ത് വെച്ചോളൂ. ബാക്കി അജിത്ത് പുറത്തിറങ്ങിയിട്ട്. ഇന്നലെയും മിസ് ചോദിച്ചു പാരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിന് അപ്പച്ചൻ എന്താ വരാത്തേന്ന്. എല്ലാവരുടെയും അപ്പച്ചനാ വരുന്നേ, എനിക്ക് മാത്രം അമ്മച്ചി. എന്താ ഞാൻ വന്നാ പോരെ? പോരാ, അടുത്ത പ്രാവശ്യം അപ്പച്ചൻ വരണം. എന്തു പറ്റിയെന്ന്? വല്ലാതിരിക്കുന്നല്ലോ. എന്ത് ചെയ്യരുതെന്ന് വിചാരിക്കുന്നുവോ അങ്ങോട്ട് തന്നെ ജീവിതം വീണ്ടും എന്നെ വലിച്ചുകൊണ്ടു പോകുന്നു. അപകടങ്ങൾ കണ്ട് ഭയന്നിട്ടല്ല, അപകടങ്ങൾ എന്നും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് നഷ്ടപ്പെടാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ പ്രോസിക്യൂഷൻ എന്റെ കക്ഷിക്കെതിരെ നിരത്തുന്ന തെളിവുകൾ പച്ചക്കള്ളമാണ്. കൊലയ്ക്ക് എന്റെ കക്ഷി ഉപയോഗിച്ചു എന്ന് പറയുന്ന കത്തി, ആ കത്തി എന്റെ കക്ഷിയുടേതാണെന്ന് തെളിയിക്കുന്ന ഫിംഗർ പ്രിന്റ് കോടതിക്ക് തന്നെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. പ്രോസിക്യൂഷന്റെ വാദം അനുസരിച്ച് 11 ഇഞ്ച് നീളമുള്ള കത്തി കൊണ്ടാണ് കൊല ചെയ്തത്. എന്നാൽ ഈ കത്തിക്ക് 7 ഇഞ്ച് നീളമേ ഉള്ളൂ. കത്തിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് എന്റെ കക്ഷിയുടേതല്ല. പ്രോസിക്യൂഷന്റെ തെളിവുകളും സാക്ഷി വിസ്താരങ്ങളും പ്രതി കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ പര്യാപ്തമല്ലാത്തതിനാൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ കോടതി വെറുതെ വിടുന്നു. ഹായ്. മോനെ, പ്രശ്നങ്ങൾ തീരുന്നതുവരെ കുറച്ചു ദിവസത്തേക്ക് നീ ഇവിടെ നിന്നും നമ്മുടെ സ്റ്റഡ് ഫാമിലേക്ക് മാറി താമസിക്കുന്നതാണ് നല്ലത്. ഓക്കെ ഡാഡ്.